കുറച്ച് നാളായി ഒരു വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പൊ കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ട് എന്താണ് ഇപ്പൊ വ്ളോഗ് ഇടാത്തിട്ടെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്നൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഒന്നാമത് സൺഡേ ആയിട്ട് നമ്മ ഷോപ്പ് തുറന്നില്ല. രണ്ടാമത് എന്റെ ബഷ്മാമാന്റെ എന്റെ മാമാന്റെ സേഗുമോന്റെ ഒരു പരിപാടി ഉണ്ട്. അവര് നോർത്ത് പറവൂരിലെന്നോ റിസോർട്ട് എടുത്തിട്ടാണ് നടത്തണത്. അപ്പൊ നമുക്ക് വൈകിട്ട് ആ പരിപാടി ഉള്ളതാണ്, അങ്ങോട്ടും പോണം. എവിടെ റൂബേബിയുടെ റൂബേബി കൂടി ഉണ്ട് കേട്ടോ. അലമ്പൊപ്പിക്കലാണ് റൂബാപ്പി ഇടുന്നത്. റൂബേബിനെ ഉറക്കപ്പിച്ചിന്ന് എണീപ്പിച്ചിട്ട് ഫുഡും കൊടുത്ത് കൊണ്ടുവന്നതാണ്. 3 പറഞ്ഞ നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കണം. ഉറക്കപ്പിച്ചിന്ന് എണീച്ചാലേ നീ എന്തിനാണ് എന്നെ വിളിക്കണത്? അങ്ങോട്ട് പോയാ പോലെ എന്നെ ഉറക്കത്തിൽ വിളിക്കണെന്തിനാന്ന് പറഞ്ഞിട്ട് അപ്പൊ സൺഡേ അത് കാരണം അപ്പു പറഞ്ഞ എന്തായാലും നമ്മ ലീവ് എടുത്തല്ലേ നമുക്കൊരു ഫിലിമിന് പോവാന്ന് പറഞ്ഞേ. എന്തോ പടക്കളം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഷെറഫുദ്ദീന്റെ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് നമുക്ക് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വൈകിട്ട് പരിപാടിക്ക് പോയാ പോരെ. അപ്പൊ അപ്പു പറഞ്ഞ് ഇല്ല എന്തായാലും ലീവ് എടുത്തല്ലേ പോയിട്ട് വരാന്ന് കടയിൽ പോവാ. ഡെയിലി കടയിൽ പോക്കുന്ന സൺഡേ നമ്മ തുറക്കാറുണ്ട് മിക്കപ്പോഴും. ഇടക്ക് തുറക്കൂല, ഇടക്കാതെ റെസ്റ്റ് എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അതെ. അപ്പൊ 11:10 ഷോ. 11:05 5 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ എത്തണം സെൻട്രൽ സ്ക്വയറിൽ. അപ്പൊ ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഫിലിം കഴിഞ്ഞിട്ട് നമുക്ക് എന്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം, ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം റിസോർട്ടിലോട്ട് പോവാൻ. വൈകിട്ട് 6 മണിക്ക് എന്തോ പരിപാടി. അപ്പൊ ചെന്നിട്ട് കാണിച്ചു തരാട്ടാ. ഇന്റർവെല്ലിന് ഇപ്പൊ നമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്ത കാരണം ഇവിടെ തന്നെ അതിന്റെ അടിയിലത്തെ ഫ്ലോറിലാണ് ബർഗർ കിങ്ങില് ഫുഡ് കോർട്ടില് ബർഗർ മേടിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. പഫ്സിയായിട്ട് അതൊന്നൊരു കഴിച്ചിട്ട് അങ്ങോട്ട് പോവാ. ഫിലിമിനെ പറ്റി ലാസ്റ്റ് പറയാം. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. ഇവിടെ തുടങ്ങിയിട്ടുണ്ടാവും കാരണം കുറച്ച് ടൈമായി നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഓർഡർ ചെയ്തിട്ട്. ഫിലിം തുടങ്ങിയിട്ടുണ്ടാവുമ്പോ ഈ റൂബേബിയാണ് എനിക്ക് അറിയപ്പോ തൊട്ട് നല്ല ഉറക്കം ഓർമ്മട്ടാ. അപ്പൊ വെയിറ്റ് ചെയ്ത് നിക്കണേന്ന് അവിടെ. കിട്ടിയാ നല്ല ഉറക്കം. ആര് കഴിക്കട്ടെ. ഫിലിമിനെ പറ്റി എന്താ പറയാനുള്ള? കഴിച്ചായിട്ട് പറയാ, നല്ല വിശപ്പ്. ഗൈസ് അങ്ങനെ ഫിലിം കണ്ടേന്നിട്ട് എന്റെ വീട്ടിലോട്ട് വന്നിട്ടാ. അപ്പൊ നമ്മ പടക്കളം ഭയങ്കര കോമഡി. റിവ്യൂ പറഞ്ഞില്ലല്ലോ, ഭയങ്കര കോമഡി. നമുക്ക് 2.5 മണിക്കൂർ പോണറിയില്ല. അതെ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവൻ കൊച്ചിന് മിഠായി മേടിച്ചു കൊടുത്തണ്ട. അവൻ അതന്നെ തിന്നു. അപ്പൊ പിന്നെ മിഠായി ക്രേവിങ്സ്. അപ്പൊ എന്തായാലും നമ്മ പോകുമ്പോ ഉമ്മയ്ക്ക് ഷോപ്പ് തുറന്നിട്ടുണ്ടായി. അപ്പൊ അവര് ഷോപ്പ് ക്ലോസ് ചെയ്യാനാണ് പോവാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഉമ്മ വന്ന വഴിക്ക് അവരെയും വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ബാ ബാ കട നിക്കണില്ലേ? ഇതൊക്കെ കാണിക്കണം. അവ കൊടുക്ക്. എന്താ കാണിച്ച
കട്ട്ലേറ്റ്. റുവാപ്പിക്ക് എന്താ വേണ്ട? കിൻഡർ ജോയ് വേണോ? ഐസ്. അങ്ങനെ പരിപാടിക്ക് പോകാൻ വേണ്ടി നമ്മ 3 റെഡി ആയിട്ടുണ്ട്. റുവ ബേബി എവിടെ റുവ ബേബി കാണിച്ച്? റുവാപ്പി ഫുള്ള് വേർത്ത്. ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഗൈസ്. അപ്പൂന്റെ കോസ്റ്റ്യൂം കണ്ട, അപ്പൂന്റെ പുതിയ ഷർട്ടാണ്, എന്റെ പുതിയതല്ല, നേരത്തിണ്ടായതാണ്. റുവാപ്പിനെ കാണിച്ചത്. റുവാപ്പി അവിടെ ഉമ്മയമ്മമാരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണാണ്. വാപ്പി വന്നില്ലടാ, വാപ്പിക്ക് എറണാകുളത്ത് കൊണ്ടൊരു കാര്യമുള്ള കാരണം വാപ്പി വന്നില്ല. അപ്പൊ നമ്മ ഇപ്പൊ തന്നെ പോകും. നമ്മ അങ്ങനെ ഇറങ്ങിയിട്ട കുറച്ച് ലേറ്റ് ആയ 6 മണിക്കായി. ഇനിയിപ്പോ ഓൾറെഡി റൂബേബി കാറിക്ക് വരെയപ്പോ തന്നെ നല്ല ഉറക്കം. ഉമ്മയോടെ ഉമ്മി അനു ഇപ്പൊ ഫ്രണ്ടിലാണ്. ഇപ്പൊ എന്റെ സീറ്റ് ഇപ്പൊ എടുത്ത് എവിടെ നമ്മ കുറച്ചും കൂടെ കൈ വിട്ടോലേ. നല്ല ലോങ് ഉണ്ടാ? അരമണിക്കൂറുള്ളിൽ നമ്മ അവിടെ എത്തും. നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാട്ടാ. റൂബേബി നല്ല വെള്ളമാർന്ന് കിടന്നുറങ്ങിയപ്പോ കുറച്ച് ആശ്വാസം ഉണ്ട്. ഇപ്പൊ ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 7:15 ആയിട്ടുണ്ടായിരുന്നു. കാരണം ആ വഴി പോവാൻ വേണ്ടി നല്ല ബ്ലോക്ക് ഉണ്ടായി. അവിടെ ചെന്നപ്പോ എല്ലാ റിലേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പോ തന്നെ നമ്മ ചായ കുടിച്ചിട്ട് പിന്നെ ജയ്കുമോന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെക്കാട്ട് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായി. മഷൂമാന്റെ ആൾക്കാരൊക്കെ മാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായി കുറച്ചു പേരൊക്കെ. പിന്നെ നമ്മുടെ ആൾക്കാരായാലും പിന്നെ ഫുഡായാലും ബൊഫേ സിറ്റിംഗ് ആയിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. റിസോർട്ടൊക്കെ എടുത്തിട്ട് എല്ലാവരുടെ ഡ്രസ്സിങ് ആയാലും ജയ്കുമോന്റെ മാമാന്റെ അമ്മായിമാരുടെ സുനുവിന്റെ അങ്ങനെ എല്ലാവരുടെ ഡ്രസ്സും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിരുന്നു. നമ്മ 7:15 അവിടെ എത്തി. പിന്നെ 10:45 ആയപ്പോഴാണ് നമ്മ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മ നേരെ വീട്ടിലോട്ട് പോയത്. ഗൈസ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മ വീട്ടിലെത്തി ചുള്ളിക്കൽ. ഇപ്പൊ ടൈം ഒരു 1 മണിയായി. നമ്മ 11:30 മണിയായി വൈപ്പിലെത്തിയപ്പോ 10:30 മണിക്ക് 10:45 എന്താ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കണായിരുന്നു മാമാനെയും അമ്മായിമാരെ എല്ലാരെയൊക്കെ ആയിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉമ്മീനെയും അമ്മമാരെയും വീട്ടിൽ കൊണ്ട് ഇറക്കി കൊടുത്ത് നമ്മ കേറിയില്ല കേട്ടാ. നമ്മ നേരെ ഇങ്ങോട്ട് വന്ന് അവിടെ റെസ്റ്റ് എടുക്കുക. അവിടെ നിക്കാന്ന് വിചാരിച്ചാലും നടക്കൂല. കാരണം നാളെ അപ്പൂന്റെ വീട് മാറിനാണ്, ഇവിടുത്തെ വീട് മാറിനാണ് ചുള്ളിക്കലെന്ന് ചെല്ലായിക്കടയിലോട്ട്. അപ്പൊ ഹൗസ് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ തൊട്ട് ഫുള്ള് ബിസി ആയിരിക്കും. വീടൊതുക്കലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കൊക്കെ ആയിട്ട്. അപ്പൊ അവളൊക്കെയായിട്ട് ഞാൻ ഇനി പിന്നെ വരാം. അപ്പൊ നമ്മ അവിടെ നിൽക്കാനും പറ്റില്ല. കാരണം അമ്മായിയും അപ്പൂന്റെ ഉമ്മയും ഇത്താതൊക്കെ പറഞ്ഞിട്ടുണ്ടായി നമ്മ നാളെ ഇവിടെ വേണം, സാധനങ്ങളൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ. അപ്പൊ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. റൂബേബി നല്ല ഉറക്കമായി വന്നപ്പോ തന്നെ ഫ്രഷായി നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോഴാണ് ഞാൻ വൈൻഡപ്പിന്റെ ആര് പറഞ്ഞത്. അപ്പൂ റൂബേബിയും കിടക്കണേണ്. അപ്പൊ ഇനി വീഡിയോ ആയിട്ട് ഇനി വരാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വരെ. സ്റ്റേ ട്യൂൺ. ബൈ.